ഇവൻ അവിടെ ജനിച്ചു, ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെക്കുറിച്ച് പറയും. യഹോവ വംശങ്ങളെ എണ്ണുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നിങ്ങനെ എണ്ണും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അതായത് സർവസ്രഷ്ടാവായ ദൈവത്തിൻ്റെ പാദപീഠമാണ് ഭൂമി. മനുഷ്യജാതി മുഴുവൻ ഉളവായത് ആദാമ്യ ദമ്പതികളിലൂടെയാണ്. ഭൂമിയിൽ ജനിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും ദൈവം കാലങ്ങളും അതിരുകളും വെച്ചിട്ടുണ്ട്. അവന് ദൈവം ഭൂമിയിൽ ജീവിക്കുവാൻ കൊടുത്തിരിക്കുന്ന കാല അളവിനുള്ളിൽ ദൈവത്തെ അന്വേഷിച്ചു കണ്ടെത്തണം. ഓരോ മനുഷ്യൻ്റെ വ്യക്തിപരമായ കർത്തവ്യമാകുന്നു. ദൈവം ഉണ്ടെന്നും ദൈവം സർവസ്രഷ്ടാവാണെന്നും ആ ദൈവമാണ് ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് കാലങ്ങളും സമയങ്ങളും തന്നിരിക്കുന്നുവെന്ന് ഓരോ മനുഷ്യജീവിയും വിശ്വസിക്കണം. അത് തിരിച്ചറിയണം. ആ തന്നിരിക്കുന്ന ദൈവത്തെ ആരെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പായി ശിശുവായി മനുഷ്യപുത്രനായി ഭൂമിയിൽ ജനിക്കപ്പെട്ട സാക്ഷാൽ സത്യദൈവമായ യേശുക്രിസ്തു ഓരോ മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്നെ യാഗമാക്കി മാനവകുലത്തിന് രക്ഷിക്കാൻ സ്വന്തം രക്തം നൽകി, സ്വന്തം ജീവനെ നൽകി, മനുഷ്യനെ ജീവിപ്പിക്കുവാൻ, നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് അവനെ നയിക്കുവാൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധ കർത്താവിൽ വിശ്വസിച്ച് ഈ കർത്താവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി അംഗീകരിച്ചു തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കായി, ഓരോ വ്യക്തിക്കായിട്ടും സ്വർഗത്തിൽ ദൈവം വാസസ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിങ്കിൽ നിന്ന് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച ജനം സ്വർഗീയ സിയോനിലെ അംഗങ്ങളായി തീർന്നിരിക്കുന്നു. അവർ സ്വർഗീയ പൗരന്മാരാണ്. അവരുടെ പൗരത്വം സ്വർഗത്തിലാണ്. കോരവ് പുത്രന്മാർ സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നു, അവർ അവിടെ ജനിച്ചു എന്നിങ്ങനെ യഹോവ വംശങ്ങളെ എണ്ണുമ്പോൾ എഴുതി വയ്ക്കും. 87 സങ്കീർത്തനം 4 വചനം വായിക്കുമ്പോൾ കോരവ് പുത്രന്മാർ പറയുന്നു, ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഗബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ, സോർകൂഷ് എന്നിവരെയും പ്രസ്താവിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഏത് കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നാലും ശരി, അത് ഫെലിസ്ത്യരിൽ നിന്നായിരുന്നാലും ശരി, ബാബേലിൽ നിന്നായാലും ശരി, രഹബിൽ നിന്നായാലും ശരി, സോറിൽ നിന്നായാലും കൂശിൽ നിന്നായിരുന്നാലും ശരി, രക്ഷിക്കപ്പെട്ടവൻ്റെ പേര് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കാണും. ദൈവം വംശങ്ങളെ എണ്ണുമ്പോൾ അവിടെ നമ്മുടെ പേരുണ്ടായിരിക്കും.